കളിച്ച് കളിയിൽ കൊതിവിടുമോ എന്നുള്ളതാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന മറ്റൊരു പുതിയ രസകരമായ കാര്യം. കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നുള്ളതാണല്ലോ ബി ജെ പിയുടെ അടിസ്ഥാന തത്വം. എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസിന് കുറെ വോട്ട് കൂടുതൽ കിട്ടിയപ്പോൾ ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖർ പ്ലേറ്റ് ഒന്ന് മാറ്റി. കോൺഗ്രസിനെ നമുക്ക് കോൺഗ്രസ് വേഴ്സസ് UDF വേഴ്സസ് ബി ജെ പി ആണ്, ഇനി CPM ഇല്ല എന്നൊരു ധാരണ വന്നു. ഇതിന്റെ ദോഷഫലങ്ങൾ വളരെ കൃത്യമായി PR വർക്ക് ചെയ്തു കൊടുക്കുന്ന കനകൊലു ചെയ്യുന്നത് കോൺഗ്രസിന് വേണ്ടിയാണ്. കനകൊലുമാർ, വേറെ ഏതോ കനകൊലുമാർ CMന്റെ ചെവി കടിച്ചു പറഞ്ഞു, അടിയന്തരമായിട്ട് ഹിന്ദുക്കളെ പിടിച്ചോളാൻ പറഞ്ഞു. ഉടൻ തന്നെ വെള്ളാപ്പള്ളിയെ പിടിച്ച് കാറി കയറ്റി. അവിടെ നിന്ന് വിളിച്ച് പറയുന്നു, ഞാൻ ശബരിമല പരിപാടിക്ക് വരും, അപ്പൊ നിങ്ങൾ എൻ്റെ കാറിന്റെ അടുത്തോട്ട് വരണം, ഞാൻ കയറ്റും. അങ്ങനെ കാറി കയറ്റി. ഇതൊക്കെ ഒറ്റ നാടകമാണ്. കാറിൽ കയറ്റി വെള്ളാപ്പള്ളി അവിടെ പോയി. വെള്ളാപ്പള്ളി ഇങ്ങോട്ട് വന്നിട്ട് 24 മണിക്കൂറും നമ്മൾ ഓം ഹരിനാരായണ എന്നൊക്കെ പറയുമ്പോൾ ഓം നമോ നാരായണ എന്ന് പറയും പോലെ ഓം പിണറായി നമഃ വെള്ളാപ്പള്ളി പിണറായി ഭക്തനായി. എന്നിട്ട് വെള്ളാപ്പള്ളി എന്ത് ചെയ്തു? നല്ല രസകരമായ തിരക്കഥയാണ്. വെള്ളാപ്പള്ളി കണ്ണു അടച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെ തെറി പറയും. ഈ മുസ്ലിം ലീഗിനെ കണ്ണു അടച്ചുകൊണ്ട് തെറി പറയുമ്പോൾ ലീഗുകാർക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല പലപ്പോഴും. കാരണം അത് സംഘർഷത്തിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചാൽ അവരൊരു വേറെ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യും? കോൺഗ്രസ്സുകാരെ സമ്മർദ്ദപ്പെടുത്തും. നല്ല രസമാണ്. അപ്പൊ കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യും? സതീശനാണ് ഇപ്പോൾ ഒരു ഇമേജിൽ നിൽക്കുന്നത്. അപ്പൊ സതീശൻ പറയും, ഞാൻ പറയാമെന്ന് പറയും. അപ്പൊ സണ്ണി ജോസഫ് ക്രിസ്ത്യാനിയാണ്. ഇനി ക്രിസ്ത്യാനി കയറി മുസ്ലിമിനെ പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ വെള്ളാപ്പള്ളിയെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ തരത്തിലേക്ക് പോകുമെന്നൊക്കെ പേടിച്ച് സതീശൻ ഒരു ഐഡിയോളജിക്കൽ മാനായിട്ടൊക്കെ ആദർശാത്മക മാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ പോണ കൊട്ടേഷൻ എല്ലാം പിടിക്കും. അല്ലെ പിന്നെ ഈ കൊട്ടേഷൻ പിടിക്കേണ്ട കാര്യമില്ല. സതീശൻ അങ്ങോട്ട് തുടങ്ങി. അപ്പൊ സതീശനെതിരായി മാറി. ഉടനെ യഥാർത്ഥത്തിൽ സതീശനെതിരായിരുന്നില്ല, സതീശനെതിരായി മാറി. അപ്പൊ സതീശനെതിരായി മാറിയപ്പോൾ സതീശൻ എന്ത് ചെയ്യാൻ തുടങ്ങി? വെള്ളാപ്പള്ളിയെ നേരിട്ട് തെറി പറയുന്നതിന് പകരം മുഖ്യമന്ത്രി ഇരുത്തുകൊണ്ടൊക്കെ വേറെ രൂപത്തിലൊക്കെ വർഗീയത എന്നൊക്കെ പറയും. സതീശന്റെ ഒരു കളം കണ്ടു നിറഞ്ഞു. ഉടൻ തന്നെ എന്ത് ചെയ്തിരുന്നു? സതീശൻ കളം നിറഞ്ഞ കൂട്ടത്തിൽ കാടടച്ച് വെടിവെച്ചു. ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കാടടച്ച് വെടിവെച്ചപ്പോൾ ആ വെടിയിൽ ഒരു വെടി എവിടെ കിട്ടി? പോപ്പിന്റെ അടുത്ത് കിട്ടി. നമ്മളെ പെരുന്ന പോപ്പിനൊരു വെടി കിട്ടി. അദ്ദേഹം വിടോ? നീ എന്തിനടാ ഇവിടെ വന്ന് തിണ്ണ നിറങ്ങിയിട്ട് നീ ഇവിടെ എല്ലാവരെയും നീ വർഗീയത എന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് പോപ്പ് കൊണ്ട് ചാടി. അപ്പൊ പോപ്പ് ചാടിയപ്പോ വളരെ നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നായാടി മുതൽ നമ്പൂരി വരെ എന്ന്. അപ്പൊ വെള്ളാപ്പള്ളി നടേശന് മനസ്സിലായി ഈ ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും ഈ കോൺഗ്രസും മുസ്ലിം ലീഗും ക്രിസ്ത്യാനികളും തമ്മിൽ ചെറിയൊരു ഒരസലുണ്ട് ഇവിടെ. അപ്പൊ ആശ മാറ്റിപ്പിടിച്ച്, അല്ലാതെ ലോകത്തെവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? ലോകത്തെവിടെയെങ്കിലും ഉള്ളതാണോ നായാടി മുതൽ നസ്രാണി വരെ? അതെങ്ങനെയാണ്? രണ്ടും മതം, പല ഘടകങ്ങളിൽ. എന്നാലും ആശാൻ ഒരു അടിയങ്ങ് അടിച്ചു. അങ്ങനെ ആശാൻ അടിച്ച് കയറിപ്പോയപ്പോൾ, ഇനി ഞാൻ പറയാൻ പോണ BJP രാഷ്ട്രീയമാണ് വരാൻ പോണത്. അങ്ങനെ അടിച്ചു കയറിപ്പോയപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ അച്ഛനും കൂടി ഇന്നലെ ഇറങ്ങി അടിച്ചു. അപ്പോൾ കയറി അടിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഗോൾ അടിക്കുകയാണ്, എല്ലാവരും ഗോൾ അടിക്കുകയാണ്. ആദ്യം വെള്ളാപ്പള്ളി അടിച്ചു, കുറെ ഗോൾ ആർക്ക് കിട്ടി? പിണറായിക്ക് കിട്ടി. കുറെ ആർക്ക് കിട്ടി? സതീശന് കിട്ടി. അപ്പൊ BJP വിചാരിച്ചു അവർക്ക് കിട്ടുമെന്ന്. അവർക്ക് കിട്ടിയില്ല. വെള്ളാപ്പള്ളി യഥാർത്ഥത്തിൽ BJP തെറി പറയുന്നില്ല, കാരണം വെള്ളാപ്പള്ളി BDJS കൂടെ നിൽക്കുന്നത് കൊണ്ട് തെറി പറയുന്നില്ല. എന്നാൽ നമ്മുടെ പണിക്കർ സാറിന്റെ ആള്, അതായത് മന്നത്തോപ്പനാവന്റെ ആചാര്യന്റെ ആള്, ശിഷ്യൻ സുകുമാരൻ നായർ എന്തിനു തീട്ടക്കണ്ടി എന്ന് വരെ പറഞ്ഞു. അങ്ങനെ വിളിക്കുന്നതിന് പകരം അങ്ങനെ വരെ പറഞ്ഞു. ഗംഗയിൽ കിടക്കുന്നു, അല്ല പമ്പയിൽ കിടക്കുന്നു, വാരിക്കൊണ്ട് പോടാ എന്നൊക്കെ ഉള്ള നിലയിൽ വളരെ നികൃഷ്ടമായി പറഞ്ഞു. അത് എന്തിനാണ് അങ്ങനെ പറഞ്ഞെന്നറിയില്ല. അതുപോലെ സുരേഷ് ഗോപി എന്തിനാണ്? സുരേഷ് ഗോപി സിനിമാ നടനല്ലേ, അതേ MP അല്ലേ? MP ആവുന്ന വെച്ചില്ല. അവിടെ ഇപ്പോൾ ആചാര്യന്റെ മന്നത്തോപ്പനാവന്റെ സ്മൃതി മണ്ഡപം എന്ന് പറയുന്നത് നായന്മാർക്ക് മാത്രവും അവർ സെലക്റ്റീവായിട്ടുള്ള നായന്മാർക്കും, സുകുമാരൻ നായർ പറയണ നായന്മാർക്കും പുഷ്പാർച്ചന നടത്താനുള്ള സ്ഥലമല്ലല്ലോ. അതെല്ലാവർക്കും പുഷ്പാർച്ചന നടത്തുള്ളൂ. പക്ഷെ അതിലൊക്കെ ശങ്കുചിതമായ രാഷ്ട്രീയമൊക്കെ പിടിച്ച് സുകുമാരൻ നായരോടെ വെളിച്ചെത്തുന്നു. അപ്പോൾ വെള്ളാപ്പള്ളി വരുന്നു. അപ്പൊ വെള്ളാപ്പള്ളിയെ കാറി കയറ്റുന്നു. വെള്ളാപ്പള്ളി വരുന്നു, സുകുമാരൻ നായർ വരുന്നു, ഓർത്തഡോക്സ് വരുന്നു. അപ്പോൾ CPM കൈയടിച്ചു തുടങ്ങി. ഈ കൈയടി വെച്ചപ്പോൾ BJPക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇനി കോൺഗ്രസ്സുകാരെ എതിർക്കാൻ നിന്നാൽ ചിലപ്പോൾ എന്ത് സംഭവിക്കാം? അവരുമായിട്ടാണ് ഫൈറ്റ് എന്ന് വന്നാൽ വേറൊരു തരത്തിലേക്ക് വരാം. അതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് CPMമായിട്ടാണ് ഫൈറ്റ് എന്ന് പറഞ്ഞാലും നമുക്കൊരു അന്തർധാര ഉണ്ടാക്കാം. ഏത്? CPM തന്നെ ഒരു പ്രാവശ്യം കൂടെ വരട്ടെ. നമ്മൾ പഴയതിൽ പോവുകയാണ്. BJP ഞാൻ BJP അല്ല, ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ കൊളോക്കിലായിട്ട് പറഞ്ഞു. എന്തിലേക്ക് പോവുകയാണ്? പഴയതുപോലെ കോൺഗ്രസ് BJP സ്ഥാനാർത്ഥിയല്ല, ഇതല്ല, CPM BJP തന്നെയാണെന്ന് പറയുകയും
അടിയിൽ കൂടെ CPM-ന് ആവശ്യമായ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്താൽ വീണ്ടും CPM ഇവിടെ അധികാരത്തിൽ വരും. അങ്ങനെ CPM അധികാരത്തിൽ വരുമ്പോൾ പഴയ ഫോർമുല വീണ്ടും എടുക്കാം. ഏതാണ്? കോൺഗ്രസ് തളരും. 15ാമത്തെ വർഷവും അധികാരമില്ലാതെ വരുമ്പോൾ കോൺഗ്രസ് ആ തളരുന്ന ഒരു സ്പേസിൽ BJPക്ക് കയറാം. ഇതാണ് അടുത്തൊരു കളിയായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ പിണറായി വച്ച ചെക്കിൽ ആര് വീണു? BJP വീണു എന്ന് പറയേണ്ടി വരും. പക്ഷേ 21 സ്ഥലത്ത് ഇപ്പോൾ ED അന്വേഷണം നടത്തുന്നു. വേറൊരു കാര്യമുണ്ട്. 21 സ്ഥലത്തും അന്വേഷണം നടത്തിയിട്ട് വലുതായിട്ടൊന്നും കണ്ടുപിടിച്ചില്ല എന്ന് പറഞ്ഞാൽ പിണറായിയുടെ ഗ്രാഫ് വളരും. അങ്ങനെയുണ്ട്. ഈ ഒരു 2 തലയുള്ളതാണ് വാള്. 21 സ്ഥലത്ത് ED കണ്ടുപിടിച്ചു, കുറേ സ്ഥലത്തുനിന്നെങ്കിലും കുറേ കാര്യങ്ങൾ കിട്ടിയാൽ പിണറായി പ്രതിക്കൂട്ടിലാവും, അല്ലെങ്കിൽ ഗവൺമെന്റ് ബുദ്ധിമുട്ടിലാവും. തിരിച്ചൊന്നും കിട്ടിയില്ലെങ്കിൽ അവന്മാരെല്ലാം മാറ്റിയിട്ടാണ് ഈ 21 സ്ഥലത്ത് പോയതെങ്കിലും പോയവരല്ല ഇരിക്കുന്നവർ. അവിടെ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ ക്ലീൻ ഇപ്പോൾ ഈ ബാജി വാഹനം കൊണ്ട് UDF പ്രതിരോധത്തിലായതുപോലെ വീണ്ടും LDF അപ്പർ ഹാൻഡിൽ വരികയും UDF പ്രതിരോധത്തിലാവുകയും ചെയ്യും. അപ്പം ഇതൊരു വല്ലാത്ത രാഷ്ട്രീയമാണ്. എന്തായാലും ഒരു പ്രാവശ്യം കൂടി CPM തന്നെ വരട്ടെ എന്നുള്ള ചിന്തയിൽ കോൺഗ്രസിനെ നമുക്ക് ഇപ്രാവശ്യം കൈകാര്യം ചെയ്യേണ്ട. ഇപ്രാവശ്യം കോൺഗ്രസ് വരരുത്. വീണ്ടും അടുത്ത പ്രാവശ്യമാകുമ്പോൾ കോൺഗ്രസിന് പകരം BJP പ്രതിപക്ഷമാകുമെന്നുള്ള ഒറിജിനൽ അജണ്ട ഉണ്ടല്ലോ, ഒറിജിനൽ പൊളിറ്റിക്സ്, അത് വരുമോ? അങ്ങനെയാണെങ്കിൽ BJPM ആയിരിക്കും, BJPM മാർക്സിസ്റ്റ്, അങ്ങനെ ആയിരിക്കും വോട്ടിൻ്റെ പാറ്റേൺ മാറുന്നത്. ഇത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. കേരള രാഷ്ട്രീയത്തിൽ അറിയാൻ പറ്റാത്ത കാര്യം പഴയ കേരളമല്ല. രാവിലെ CPM നിൽക്കുന്നവർക്ക് BJP പോകാൻ ബുദ്ധിമുട്ടില്ല, BJP നിൽക്കുന്നവർക്ക് കോൺഗ്രസ് പോകാൻ ബുദ്ധിമുട്ടില്ല, എല്ലാ പാർട്ടികളിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ബുദ്ധിമുട്ടില്ല എന്ന് മാത്രമല്ല ആർക്കും ആരേക്ക് വേണ്ടിയും വോട്ട് ചെയ്യാനും ബുദ്ധിമുട്ടില്ല. അതാണ് വളരെ കേരളത്തിൽ കാണുന്ന പുതിയ രാഷ്ട്രീയം, പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയം അതാണ്. അപ്പോൾ ആർക്ക് വേണോ വോട്ട് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ BJPക്കാർ ഒന്നുകിൽ വോട്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ വോട്ട് കൊടുക്കുമ്പോൾ CPM-നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതിനനുഗുണമായ CPM സ്ഥാനാർത്ഥികളെ CPM നിർത്തുക. അങ്ങനെയുണ്ടല്ലോ, ചില സമുദായത്തിൽപ്പെട്ട ചില ആളുകളെയൊക്കെ ഒരു ധാരണയുടെ പുറത്തൊക്കെ നിർത്തിപ്പോയാൽ അങ്ങനെയൊക്കെയും സംഭവിക്കാം. ഇതും രാഷ്ട്രീയത്തിൻ്റെ ഒരു സാധ്യതയാണ്. ഞാൻ പറയുന്നത് സാധ്യതകളുടെ കലയാണല്ലോ രാഷ്ട്രീയം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു സാധ്യത വന്നാലും കേരളത്തിൽ അത്ഭുതപ്പെടാനില്ല. വീണ്ടും BJP CPM എന്നുള്ള നിലയിലേക്കുള്ള ഫൈറ്റ് വരികയും എന്നാൽ കോൺഗ്രസിനെ കച്ചിയെ തൊടാതിരിക്കാനുള്ള പണി രണ്ടു കൂട്ടരും കൂടെ ചെയ്താൽ, എന്നിട്ട് ഭാവിയിൽ പിണറായിക്ക് ഒരു കാര്യം കൂടെ അതിനകത്തൊരു അനുകൂല ഘടകമുണ്ട്. BJPക്കും പിണറായി വിജയൻ്റെ ഒരു ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ആരും ആയിക്കോട്ടെ CPM-ന് തന്നെ വേണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമില്ല. അപ്പോൾ അതും കൂടി ഒന്ന് വർക്കൗട്ട് ചെയ്താൽ സ്വാഭാവികമായിട്ട് ഈ വച്ചിരിക്കുന്ന കെണിയിൽ ശരിക്ക് കോൺഗ്രസ് വീഴാൻ സാധ്യത വളരെ വലുതാണ്.